അത്രത്തോളം നമ്മൾ അയാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മളെ പൊട്ടനാക്കാണെന്ന് അറിഞ്ഞാലും നമ്മുടെ മനസ്സിന്റെ ഒരു ഭാഗം അത് സമ്മതിക്കാൻ കൂട്ടാക്കില്ല. അത്ര പെട്ടെന്നൊന്നും നമ്മുടെ മനസ്സ് അയാളെ വെറുക്കാൻ വിട്ടുകൊടുക്കില്ല. ചിലപ്പോൾ ഇത് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും, അങ്ങനെ ആയതുകൊണ്ടായിരിക്കും, അയാൾ ഒരു പാവായതുകൊണ്ട് പറ്റി പോണതായിരിക്കും, അല്ലാതെ അയാൾ എന്നോട് ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ ഒരു 100 എക്സ്ക്യൂസുകൾ അയാളെ വെറുക്കാതിരിക്കാൻ നമ്മുടെ മനസ്സ് നമ്മളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കും. അതുകൊണ്ട് മാത്രമാണെന്ന് ഉറങ്ങാൻ പറ്റുന്നത്. ഇല്ല, അയാൾക്ക് എന്നെ ശരിക്കും ഇഷ്ടമാണ്, ഞാനില്ലാതെ അയാൾക്ക് പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഈ ഒരു വിശ്വാസമാണ് പലരും മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ. എന്നാൽ റിയാലിറ്റി ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് പുറത്ത് നിന്ന് ഈ കഥ മുഴുവനായി കാണുന്നവർക്കായിരിക്കും. ഈ പാവ ഒരു ആട്ടുപട്ടിയാണ്, ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇയാളുടെ ഇമോഷൻസ് വെച്ച് പന്താടുകയാണെന്ന് ചുറ്റുമുള്ള എല്ലാവർക്കും മനസ്സിലായാലും ഇയാൾക്ക് മാത്രം മനസ്സിലാവില്ല. മനസ്സിലാവാതെയാണോ? അല്ല, മനസ്സിലായതൊന്നും സമ്മതിച്ചു തരാൻ മനസ്സ് സമ്മതിക്കാത്തതുകൊണ്ടാണ്. ഫൂളാകപ്പെടുന്നുണ്ടെന്ന് സ്വയം വിശ്വസിച്ചു തുടങ്ങുന്ന നിമിഷം മുതൽ അയാളെ വെറുക്കേണ്ടി വരും, ആത്മാവ് കൊണ്ട് അകലേണ്ടി വരും. അതിനല്ലല്ലോ ഇത്രയും കാലം പൊന്നുപോലെ കൊണ്ടു നടന്നത്. പിന്നെയുള്ള ഒരേ ഒരു വഴി ഫൂളാക്കുന്നു എന്ന് അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ തുടർന്നും സ്നേഹിക്കുക, സ്നേഹത്തിന് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുക. സ്വന്തം വ്യക്തിത്വം, ഡിഗ്നിറ്റി, അഭിമാനം എല്ലാം അയാളുടെ കാൽക്കീഴിൽ തേഞ്ഞമരുമ്പോഴും ഉള്ളിൽ പറയും, ഇല്ല അയാൾക്ക് എന്നെ ഇഷ്ടമൊക്കെ തന്നെയാണ്, ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയെന്നേ ഉള്ളൂ, ഒരിക്കലെല്ലാം പഴയ പോലെ ആവും. ഇങ്ങനെ ഉണ്ടോ മനുഷ്യര് അവനവനേക്കാൾ കൂടുതലായി മറ്റുള്ളവരെ സ്നേഹിക്കുന്നവർ. പ്ലീസ് ഡോണ്ട് പ്ലേ വിത്ത് ദെയർ ഫീലിംഗ്സ്.